ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2024 ഞാൻ കണ്ട മൂവീസിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനിലാണ്. അതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരണം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എന്നാലായിരിക്കും ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബിഗ്ഗസ്റ്റ് കാറ്റഗറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറ്റഗറി. ഞാൻ പ്രധാനമായിട്ടും മൂവി കാണുന്നത് എന്തെങ്കിലും മിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോടുകൂടി കാണും. പിന്നെ എനിക്ക് ഫീൽ ഗുഡ്. മൈ പർപ്പസ് ഓഫ് വാച്ചിങ് എ മൂവീസ് ചിൽ ആൻഡ് റിലാക്സ് ഓൺ എ ഫ്രൈഡേ ഈവനിങ്, യൂഷ്വലി വിത്ത് മൈ ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ടേസ്റ്റുള്ള ആൾക്കാരാണ്. മൂവിയിൽ ഒരുപാട് വയലൻസ് കാണണം, ഒരുപാട് ആക്ഷൻ കാണണം നിർബന്ധമുള്ളവരല്ല. നമുക്ക് ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഒത്തിരി പടങ്ങളുണ്ട്. ഞാനതിങ്ങനെ മിസ്സാവാതിരിക്കാനായിട്ട് ഓരോന്നിൻ്റെയും പേര് വായിച്ച് പോകാം. കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ മൂവി ഞാൻ റീസെൻ്റ്ലി ആണ് വാച്ച് ചെയ്തത്. ബിജു മേനോനും നമ്മുടെ ഡാൻസർ മേതിൽ ദേവിക അഭിനയിച്ച മൂവിയാണ്. നല്ല പടമാണ് കേട്ടോ. ഞാനിങ്ങനെ പടത്തിൽ പാരലലി 4 ലവ് സ്റ്റോറീസ് പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ 2 ഐ തോട്ട് ലൈക്ക് ഇത് അയാളുടെ കുട്ടിക്കാലത്തെ ആയിരിക്കും, ഇത് അയാളുടെ ഇപ്പോഴത്തെ, അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ 2 കഥകൾ പോകുന്നുണ്ട് പാരലലി. ദെൻ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എനിക്ക് തെറ്റിദ്ധരിക്കും, ഇത് 4 വ്യത്യസ്ത കഥകളായിരിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് കണ്ട് അവസാനമാണ് അതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഈ 4 കഥകളും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഞാനത് എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇത് റിവീൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടവർക്ക് അറിയാം ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് അവസാനം ആ ഒരു വെൻ വി റിയലൈസ് ഹൗ ഓൾ ദീസ് 4 ലവ് സ്റ്റോറീസ് ആർ കണക്റ്റഡ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്തു. വെരി സ്വീറ്റ് മൂവി, നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിജു മേനോൻ എൻ്റെ അനദർ ഫേവറേറ്റ് ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും ബിജു മേനോൻ്റെ പടങ്ങൾ എനിക്കിഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നല്ലൊരു മൂവിയാണ്. ദെൻ ഐ വാച്ച് ദിസ് മൂവി കോൾഡ് മന്ദാകിനി. അൽത്താഫാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അനാർക്കലി മരക്കാറാണ് വൈഫ് എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. ഒരു 1 ടൈം വാച്ച്, അത്രയേ ഉള്ളൂ. വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. ഒരു കല്യാണ വീട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ചെറുക്കൻ്റെ വീട്ടിലോട്ട് വരുന്നു, അന്ന് രാത്രി, അത്രയേ ഉള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ നടക്കുന്ന കഥയാണ്. എനിക്കതിൽ ഭയങ്കര റിലേറ്റബിളായി തോന്നിയൊരു കഥാപാത്രം വിനീത് തട്ടിൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അളിയൻ കഥാപാത്രം. പുള്ളിയുടെ ഒരു സംസാരവും ഭാഷയും രീതിയും ഒക്കെ പണ്ട് നമ്മൾ എന്നൊക്കെയോ കണ്ടുമറന്ന ഇന്നസെൻറ്റിൻ്റെ ഒരു ചായവോ ഒക്കെ, ഒരു ചായവ് അല്ലാണ്ട് ഇന്നസെൻറ്റിനെ പോലെ എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയില്ല, ഇനി ഒരു തൃശ്ശൂർ ഭാഷ പറഞ്ഞുകൊണ്ടാണോ അങ്ങനെ ഫീൽ ചെയ്തതെന്ന് അറിയില്ല. സമയമുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ കണ്ടു കളയാം എന്ന് പറയുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് മന്ദാകിനി തോന്നിയത്. പിന്നെ അതുപോലെ ഞാൻ കണ്ട വേറൊരു പടമായിരുന്നു നടന്ന സംഭവം. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. ബിജു മേനോൻ ഉണ്ട് അതിൽ. പിന്നെ സുരാജ് ഇപ്പം പലപ്പോഴും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കോമഡി കഴിഞ്ഞ് കുറേ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ഒരു പെരുക്കനായ നമ്മുടെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഭർത്താവിനെ നമുക്ക് ഓർമ്മയില്ലേ, ആ ഭർത്താവിൻ്റെ ഒരു അനിയനാക്കാവുന്ന ഒരു കഥാപാത്രമാണ് സുരാജ് ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു പടമാണ്. അതിലൊരു മെയിൻ ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ബിജു മേനോനും സുരാജിൻ്റെ ഭാര്യയും തമ്മിലുണ്ടാകുന്ന ഒരു ഡിസ്കഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ഇഷ്യൂസിലേക്ക് ഈ മൂവി അങ്ങ് സീരിയസ് ആവുന്നത്. അങ്ങനെ ഒരു കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ മാത്രം നമ്മുടെ നാട്ടിലെ അയൽപ്പക്കക്കാർ വളർന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്ന് ഡിസ്കസ് ചെയ്യുന്ന അത്രയും വളർന്നു എന്ന്. എങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. കാണാൻ നല്ല രസമുള്ളൊരു മൂവിയായിരുന്നു. ഒട്ടും ലാഗൊന്നും ഇല്ലാതെ കണ്ടു തീർത്ത നല്ലൊരു പടം. ഇടയ്ക്ക് വെച്ച് കുറച്ച് പോലീസ് സ്റ്റേഷൻ സീനുകളും ഒക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു പടമായിരുന്നു. ഫീൽ ഗുഡ് മൂവീസിൽ പിന്നെ ഏകദേശം അതിലേക്ക് തിരക്കേടില്ലാതെ ചേർത്ത് വയ്ക്കാൻ തോന്നിയൊരു പടമാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഷൈൻ ടോം ചാക്കോയും പിന്നെ നമ്മുടെ ഷെയ്ൻ നിഗോ ഒക്കെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വലിയ ക്ലിക്കായില്ല. പടത്തിൻ്റെ തീമിൽ ചെറിയ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അതൊന്നും ഒരു സ്പെഷ്യാലിറ്റി അല്ല, ഇതൊക്കെ കുറേ വളരെ നോർമലായിക്കൊണ്ടിരിക്കുന്ന ഒരു തീമാണ്. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട് ഫോർ മീ. എനിക്ക് വലിയ താല്പര്യം തോന്നാഞ്ഞ ഒരു പടമായിരുന്നു അത്. അഡിയോസ് അമീഗോ, സുരാജും ആസിഫ് അലിയും കൂടിയുള്ളൊരു പടം തുടങ്ങുമ്പോൾ തൊട്ട് 2 പേരാണ് മെയിൻ കഥാപാത്രങ്ങൾ. ഇത് എവിടെ ചെന്നെത്തും നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്ത് പെട്ടെന്ന് സിനിമ അങ്ങ് തീർന്നപ്പോൾ കഴിഞ്ഞോ എന്ന് ചിന്തിക്കുന്ന പോലെ. കാരണം പടം തുടങ്ങുമ്പോൾ നമ്മൾ ഏതൊരു മൂവിയും കണ്ടു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മളെ അതിലേക്ക് ഗ്ലൂ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. തുടക്കത്തിൽ കഥാപാത്രങ്ങളുടെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വിൽ റീച്ച് എ ലെവൽ വെയർ വി ഫീൽ കണക്റ്റഡ് ടു ദീസ് പീപ്പിൾ. ഇവിടെ നമുക്ക് കണക്ഷനൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഇവരുടെ കൂടെ, ഇവരും 2 സ്ട്രേഞ്ചേഴ്സാണ്, ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കണ്ട് പോയി പടം തീർന്നു എന്ന് പറഞ്ഞ പോലെയായിപ്പോയി.
എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഒരു എഗെയിൻ ഒരു സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത ഒരു പടം എന്ന് പറയുന്നത് ഭരതനാട്യം. എഗെയിൻ ഒരു ഐഡിയ ഇല്ലാതെ ഒരു OTTയിൽ ഇങ്ങനെ ഒരു മൂവി കണ്ടതുകൊണ്ട് മാത്രം ക്ലിക്ക് ചെയ്ത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ജസ്റ്റ് ഇമാജിൻ ദിസ് പ്ലോട്ട്. ഒരാൾ മരിക്കാൻ പോവാണ്. മരിക്കുമെന്ന് ഉറപ്പായൊരു സാഹചര്യത്തിൽ അങ്ങേർക്ക് വേറൊരു ഭാര്യയും ആ ഭാര്യയിലൊരു മകനും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ രഹസ്യം ആദ്യ ഭാര്യയുടെ മകനോട് റിവീൽ ചെയ്ത് അവരതെല്ലാം അറിഞ്ഞും കഴിഞ്ഞ് അയാൾ പിന്നെ മരിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഈ മരണക്കിടക്കി കിടക്കുന്ന ഇയാളെ കാണാൻ വേണ്ടി രണ്ടാം ഭാര്യയും മകനും കൂടെ അവിടെ വരുന്ന ഒരു രസകരമായൊരു കുറേ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. സമൂഹത്തിൽ അത്യാവശ്യം ഉന്നത കുലജാതരും ആഭിജാത്യം പുലർത്തുന്നവരായ കുടുംബാംഗങ്ങൾ, അവർക്കിത് സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കണം, നാറ്റക്കേസ് പുറത്തറിയാതിരിക്കാൻ വേണ്ടി അവർ പെടുന്ന പെടാപ്പാടും ഒക്കെ രസകരമായൊരു പടമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു കുഞ്ഞു പടം ആണ് ഭരതനാട്യം. ഏകദേശം ഇതുപോലെ തന്നെ ഈസി ആയിട്ട് കണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരു മൂവിയാണ് ഗർ എന്ന് പറഞ്ഞൊരു മൂവി. GRRR അതാണ് പടത്തിൻ്റെ പേര്. സിംഹം അലറുന്ന ശബ്ദം. ഇത് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് സൂവിൽ ഒരു സിംഹത്തിൻ്റെ ആ ഒരു കൂടിനകത്തോട്ട് കൂടല്ല, ആ ഒരു ഏരിയയുടെ ഉള്ളിലോട്ടൊരു മനുഷ്യൻ കയറി കുറേ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മൂവിയാണ്. എഗെയിൻ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന പടമാണ്. തരക്കേടില്ല എന്ന് തന്നെ പറയാനുള്ളൂ. കണ്ടിരിക്കാവുന്ന ഒരു പടം. നെക്സ്റ്റ് കംസ് വാഴ. ബനാനേ ഒരു പൂ തരാമോ. ഈ പാട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നോൺ മലയാളീസിന് പോലും അറ്റ്ലീസ്റ്റ് ഇൻ ബാംഗ്ലൂർ ഏതെങ്കിലുമൊക്കെ ഒരു മറ്റേ പാർട്ടി ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ ഇടുമ്പോൾ അതിൽ ആവേശത്തിൽ ഇല്ലുമിനാറ്റി പിന്നെ ഈ ബനാനെ ഇത് രണ്ടും അതിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്നാണ് ആ മൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഓർമ്മ വന്നത് തമിഴിൽ ബോയ്സ് എന്ന പേരിലൊരു മൂവി പണ്ട് ഐ തിങ്ക് ഇൻ 2003 or 2004 ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയൊരു പടം ഉണ്ടായിരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട് വേണമടാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്ക് അതിനെയൊക്കെ ഓർമ്മ വന്നു. അതിലിങ്ങനെ കുറച്ച് പയ്യന്മാർ ഒരുമിച്ച് കൂടി പാട്ടും ഒക്കെ പാടാനും ഒക്കെ അതിനു വേണ്ടി നടക്കുന്നതാണ്. ഇവിടെ കുറച്ച് സാധാരണക്കാരായ പയ്യന്മാർ പാരൻസിൻ്റെ നിർബന്ധത്തിനോ മറ്റോ വഴങ്ങി എന്തിനോ വേണ്ടി പഠിക്കാൻ പോകുന്ന, എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കാൻ തോന്നിക്കുന്ന രീതിയിൽ പോയി പഠിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഇതെല്ലാം കഴിഞ്ഞ് ഇവന്മാരെല്ലാവരും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു വാഴക്കൃഷി തുടങ്ങുന്നു. അതിൻ്റെ പരിണിത ഫലം കൂടെ ആ സിനിമയിൽ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ തലയിൽ കൈവച്ചു എൻ്റെ ഈശ്വര ഇവരുടെ കഷ്ടകാലം ഇനിയും തീർന്നില്ലെന്ന് നമ്മൾ ചിന്തിച്ചു പോവും. നമ്മൾ തലയിൽ കൈവച്ച് ചിരിച്ചു പോകുന്ന രീതിയിലുള്ള നല്ലൊരു പടമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇറ്റ്സ് വൺ ഓഫ് ദ നല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആ ഒരു സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു വാഴ. ദെൻ ഐ വാച്ച് വൺ മോർ മൂവി ഓഫ് ബിജു മേനോൻ, തുണ്ട്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വേണ്ടി ചുട്ട് വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, തുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ഉള്ളൊരു കഥയാണ്. ആൻഡ് ബിജു മേനോൻ്റെ അഭിനയ മികവ് കൊണ്ടും ഈവൻ ഷൈൻ ടോം ചാക്കോ ഉണ്ട് അതിൽ. ഒരു തന്മയത്വം ഉണ്ട് ബിജു മേനോൻ്റെ ഒരു ക്യാരക്ടറിനെ എപ്പോഴും ഡീൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടൊക്കെ തരക്കേടില്ലാതെ ഒരു എൻജോയ്മെൻറ്റ് തരുന്ന ഒരു പടമായിരുന്നു. നോട്ട് സോ ഗ്രേറ്റ് ബട്ട് കണ്ടു കളയാം എന്ന് പറയാവുന്ന ഒരു പടമായിരുന്നു. ഇത്രയും മൂവീസാണ് ഞാൻ ഈ ഫീൽ ഗുഡ് മൂവി കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് അഭിനയ മികവ് കൊണ്ട് എൻ്റെ ശ്രദ്ധയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു പടം ഉള്ളൊഴുക്ക്. ഉർവശിക്ക് അവാർഡ് കിട്ടിയ മൂവിയായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും നമ്മളിനി ഞാൻ പറഞ്ഞിട്ട് വേണ്ട, ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിൽ നമുക്ക് ഈ സന്തോഷം കാണിക്കാം, കോമഡി കാണിക്കാം, കരയാതെ കരയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കരയാതെ കരയുന്നൊരവസ്ഥ, കണ്ണിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണുനീര് കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു ദുർഘടസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരമ്മ, മകൻ്റെ മരണം കൺമുന്നിൽ കാണുകയും മരുമകളുമായിട്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളും. എന്നാൽ ഈ രണ്ട് സ്ത്രീകളും, ഈ അമ്മായിയമ്മയും മരുമകളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കൊടുക്കുന്നൊരു സ്പേസ്, അവർ കൊടുക്കുന്നൊരു റെസ്പെക്റ്റ്, അങ്ങനെ പല എലമെൻസും ഉണ്ട് അതിൽ.
മകൾക്ക് മകളുടെ സ്വന്തം ഫാമിലി അവളെ എങ്ങനെ ചതിച്ചു എന്ന് മനസ്സിലാകുന്നൊരു മൊമെൻറ്റ് ഒക്കെ രണ്ടുപേരും തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയണം. പാർവതി തിരുവോത്തും ഉർവശിയും. പക്ഷെ ഉർവശിയുടെ തട്ട് എപ്പോഴും താണ് തന്നെ ഇരിക്കും. നല്ല മനസ്സിൽ ഇങ്ങനെ കുത്തി വലിച്ച എന്ന് പറയില്ലേ, അങ്ങനൊരു ഫീൽ തന്ന ഒരു പടമായിരുന്നു ഉള്ളൊഴുക്ക്. അഭിനയ മികവ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ അമ്മയ്ക്ക് നമ്മളൊരു പ്ലേസ് കൊടുത്തു പോകും. ലീലാമ്മ എന്ന കഥാപാത്രത്തിന് അതൊരു വല്ലാത്തൊരു, അതിനെ ഫീൽ ഗുഡ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു മരണവീടിൻ്റെ കഥയാണ്. പക്ഷേ ഐ തിങ്ക് നമ്മൾ കണ്ടിരിക്കേണ്ട, ഈ വർഷം റിലീസ് ചെയ്ത പടങ്ങളിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ദെൻ വെൻ ഇറ്റ് കംസ് ടു ദിസ് ആക്ഷൻ വയലൻസ് കൈൻഡ് ഓഫ് മൂവീസ്, ഞാൻ അധികം കാണാറില്ല അങ്ങനത്തെ പടം. ടർബോ ഞാൻ വാച്ച് ചെയ്തില്ല, മാർക്കോ ഞാൻ വാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കണ്ട ഒരു പടം മുറ എന്ന് പറഞ്ഞൊരു പടമാണ്. മുറ അതുപോലെ പണി, ഈ 2 പടങ്ങളും കണ്ടിരുന്നു. ഒരുപാട് വയലൻസ് ഉണ്ട്, ബട്ട് കഥയുണ്ട്. കഥ എൻഗേജിങ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും നമുക്കുണ്ടാവുന്നത് കൊണ്ട് കണ്ടിരിക്കാൻ തോന്നി. കുറേയൊക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡൊക്കെ ചെയ്ത് വിടുമായിരുന്നു. ഞാൻ ഒട്ടും വയലൻസ് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല, സോ അതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പർ റിവ്യൂ പറയാൻ എനിക്കറിയില്ല. ബട്ട് ഈ 2 പടങ്ങളും ഞാൻ കണ്ടിരുന്നു ആൻഡ് ഐ ഫെൽറ്റ് ദ സ്റ്റോറി ലൈൻ വാസ് ഗുഡ് ഇനഫ്. പിന്നെ ഈ വർഷം ഞാൻ എനിക്ക് ഒട്ടും വർക്കൗട്ട് ആവാതെ പോയ 2-3 പടങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. തെക്ക് വടക്ക് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് അത് കാണാനിരുന്നത്. കാരണം അതിൽ കാണിക്കുന്ന തന്നെ 2 വ്യക്തികൾ, ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും പോകുന്ന നമ്മുടെ വിനായകനും സുരാജ് വെഞ്ഞാറമുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ടൈപ്പ് ഒരു ഈഗോ ക്ലാഷോ, അയ്യപ്പനും കോശിയും സ്റ്റൈൽ ഒരു ഈഗോ ക്ലാഷോ. പക്ഷെ ഇതൊരുമാതിരി കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരുമാതിരി ചളിപ്പടം എന്ന് പറയില്ലേ, വല്ലാത്ത കുറേ നാറ്റക്കേസ് കാര്യങ്ങളും. ഐ ഡോണ്ട് നോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആ പടം. ഒരുപക്ഷെ ഞാൻ വേറൊരു ലെവൽ മൂവി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. 2 പേരുടെയും മെയിൻ ആക്ടേഴ്സായിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും വിനായകൻ്റെയും ആ ഒരു ബോഡി അവരെങ്ങനെ ഒരു 60കളിലുള്ള വ്യക്തിയെ പോലെ ആയി മാറാനായിട്ട് അവർ ചെയ്ത അത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവരുടെ ഒരു മാനറിസംസ്, ഹൗ ദി ചേഞ്ച് ദിയർ ബോഡി ലാംഗ്വേജ്. സുരാജ് കുറച്ച് പൊട്ടിപ്പോയൊരു പല്ലൊക്കെ വെച്ച് ഒരു 60 വയസ്സായ ഒരാളെ പോലെയുള്ളൊരു ലുക്കും, അത് നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഡി നോട്ട് വർക്ക് ഔട്ട് ഫോർ മീ. ഞാൻ കണ്ടു തീർക്കാൻ പോലും തോന്നിയില്ലാത്ത ഒരു പടമായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ ഒരു തരത്തിലും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു പടമാണ്. ഐ ലൈക്ക് ദിസ് ഗൈ നിവിൻ പോളി. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ല പടങ്ങൾ അദ്ദേഹത്തിന് കിട്ടാത്തതോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാത്തതോ. ഐ ഡോണ്ട് നോ. എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് എല്ലാ തരം റോളും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഉള്ളൊരു ആക്ടറാണ് നിവിൻ പോളി എന്ന് തോന്നിയിട്ടുണ്ട്. ഈ പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ 2 വമ്പൻ പടങ്ങളുണ്ട്. എനിക്കറിയില്ല, ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണല്ലോ പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം, ഓ മൈ ഗുഡ്നസ്, എന്താ അതിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു തരി പോലും കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കണക്റ്റ് ആവാതെ പോയൊരു പടമായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ജ്ഞാപകം എന്നുള്ളൊരു പാട്ടും, എന്തിനാണ് കല്യാണി പ്രിയദർശനെ എന്തിനാണ് അതിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടാവേണ്ട ഒരു പടത്തിൽ. വിനീത് ശ്രീനിവാസൻ്റെ, ടു ബി ഫ്രാങ്ക്, ഇതിന് മുന്നത്തെ പടം ഹൃദയവും എനിക്ക് ഭയങ്കര കണക്റ്റായ ഒരു പടമായിരുന്നില്ല. ഇറ്റ് വാസ് ഓക്കെ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അത്രയും എനിക്ക് തോന്നിയുള്ളായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. എനിക്കറിയില്ല, വിനീത് ശ്രീനിവാസൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും സെയിം അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഹൃദയം വാസ് സഹിക്കബിൾ, ദിസ് വാസ് അൺസഹിക്കബിൾ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ഒരു പടമാണ്. അതുപോലെ എനിക്ക് ഒന്നും മനസ്സിലായില്ല, കണക്റ്റും ആയില്ലാതെ പോയ ഒരു പടമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാലിൻ്റെ ഒരു പടത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ വിഷമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കഥ പോലും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരുന്നിരിക്കാം. വലിയ വമ്പൻ പ്രതീക്ഷകളോടെ വന്ന് ഞാൻ എന്ന പ്രേക്ഷകരുടെ മുന്നിൽ തകർന്നടിഞ്ഞു പോയ 2 പടങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം മലൈക്കോട്ടെ വാലിബനും. ഇനിയിപ്പോൾ ബറോസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്, കണ്ടിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇത്രയാണ് എനിക്ക് മൂവീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ മെൻഷൻ ചെയ്യാതെ പോയ ഒരു പടം എന്ന് പറയുന്നത് ബിജു മേനോനും ആസിഫ് അലിയും കൂടെ ആക്ട് ചെയ്തിട്ടുള്ള തലവൻ എന്ന് പറയുന്ന മൂവിയാണ്. എനിക്കതിനെ ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നറിയില്ല. അതൊരു പോലീസ് സ്റ്റോറിയാണ്. പോലീസുകാരുടെ ഉള്ളിൽ നടക്കുന്ന അവർ തമ്മിലുള്ള ചില ഇക്വേഷൻസും, അതിൽ മേലേക്കിടെയുള്ള ആൾ താഴേക്കിടെയുള്ള ആൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളും,
പോലീസുകാരൻ കള്ളനായി മാറുന്ന അവസ്ഥകളും കള്ളന്മാർ പോലീസായി മാറുന്ന അവസ്ഥകളും ഒക്കെ അങ്ങ് ഇഴചേർന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള തരക്കേടില്ലാത്തൊരു മൂവി അനുഭവം തന്ന ഒരു പടമായിരുന്നു തലവൻ. വിത്ത് ദിസ് ഐ തിങ്ക് ഈ വർഷം ഞാൻ കണ്ട മലയാളം പടങ്ങൾ ഏകദേശം തീരുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ മെൻഷൻ ചെയ്യേണ്ടെന്ന് തോന്നി 1-2 പടങ്ങൾ വിട്ടിട്ടുണ്ട്. ഇത്ര പടങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ്. പിന്നെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. See you next time. Till then, take care. Bye-bye.